ലിതിൻ പോളെ, ജിജി മരിയ, നിങ്ങൾ ആരെങ്കിലും എബി ഒന്ന് വിളിച്ചേ. എനിക്ക് ബോണി വരുന്നതിന് മുമ്പ് എനിക്കൊക്കെ നമ്മുടെ ക്യാമറാമാനെ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ട്. അനൂപിനെയോ സന്തോഷിനെയോ സൈബിയോ ആംസണോ റിച്ചാർഡ് ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചേ. ഒരാൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വന്നേ. എനിക്ക് ബോണി വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനാട്ടാ. ബോണിയൊക്കെ ചെറുപ്പമല്ലേ, ബോണിയൊക്കെ നല്ല ആപ്പിൾ പോലെ ഇരിക്കുന്നത്. അതൊന്നും കാര്യമായിട്ടൊന്നും വരണമെന്നില്ല. എൻ്റെ മുഖം ഇച്ചിരൂടെയൊക്കെ ഭംഗിയായിട്ട്, ഒന്നാമത് ഞാൻ ഇച്ചിരി ഡൈയൊക്കെ ഇട്ടാണ് ഇവിടെ ഇരിക്കുന്നത്, ഇച്ചിരൂടെയൊക്കെ ഭംഗിയായിട്ട് അത് ചെയ്യണം. അതൊന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വിളിച്ച. ബോണി വരുന്നുണ്ട് പോയിക്കോ. ബോണി വാ ഫ്രഷാകാൻ പോയിരിക്കുകയായിരുന്നു. അച്ഛാ, എന്തായിരുന്നു ക്യാമറമാൻമാരെ വിളിച്ചിട്ട് എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ? ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ? അല്ല, ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ കേൾക്കുന്നുണ്ടായിരുന്നു. എന്താ അച്ഛൻ പറഞ്ഞ എന്തോ മുഖത്തിൻ്റെ കാര്യം എന്തോ ഒക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ അച്ഛാ? പറഞ്ഞത് കളത്തിലല്ല, ബോണിയുടെ മുഖം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു ചെറിയ സ്വാർത്ഥത അതിനകത്ത് വന്നു. ബോണി ഇല്ലാഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് എൻ്റെ മുഖം കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഭംഗിയായിട്ട് ഇവർക്ക് വെക്കാൻ മേലെ എന്ന് ഞാൻ ചോദിച്ചു. ശരിക്കും ഞാനതിന് സോറി പറയുകയാണ്, അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ഇത് ഒരു സൗഹൃദ സംഭാഷണമായിട്ട് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ക്യാമറമാനോട് പറഞ്ഞെങ്കിലും മനുഷ്യൻ്റെ വെപ്രാളത്തിനിടയ്ക്ക് അവനവൻ്റെ മുഖം മിനുക്കാൻ അറിയാതെ ഒരു ശ്രമം നടക്കുന്നില്ലേ? അല്ലേ? ഉണ്ടെന്നൊരു തോന്നൽ വരിക. യേശുവിൻ്റെ സ്നേഹം. ഞാനിപ്പോൾ ഇത് ഒന്ന് മിനുങ്ങാൻ വേണ്ടി പോയതാണല്ലോ. സ്വയം ഒന്ന് മിനുങ്ങാൻ എല്ലാവർക്കും കൊതിയല്ലേ? ശരിയാ അച്ഛൻ പറഞ്ഞു, ഷർട്ടൊക്കെ ഒന്ന് മാറി. പക്ഷേ നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ഒരാളുടെ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ മിനുങ്ങത്തില്ല. നമ്മൾ പണ്ടത് പറഞ്ഞതാ. ബോണി രാവിലെ എണ്ണിച്ച് വരുമ്പോൾ ഭാര്യയുടെ മുമ്പിൽ മേക്കപ്പെട്ട് നിൽക്കുമോ? ഇല്ല, നേരത്തെ നമ്മളത് പറഞ്ഞതാണ്. ആ ഒറ്റ ചിന്ത ഇങ്ങോട്ട് കയറി എടുത്തിട്ട് ഞാൻ പറയാം, യേശുവിനെ പോലെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊരു ഉറപ്പ് കിട്ടിയാൽ പിന്നെ ഇങ്ങനെയൊന്നും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും തമാശനായിരുന്നെങ്കിലും മുഖം മിനുക്കാനുള്ള ശ്രമം നമുക്കെല്ലാം ഉണ്ട്. ഒരു സംശയമില്ല. നമ്മൾ പുറമേ ഇടുന്ന ഡ്രസ്സും വെക്കുന്ന കൂളിംഗ് ഗ്ലാസും സഞ്ചരിക്കുന്ന കാറും ഒക്കെ നമുക്ക് പ്രധാനപ്പെട്ടതാണല്ലോ. ശരിക്കും യേശുവിനെ പോലെ എന്നെ സ്നേഹിക്കാനായാരുമില്ല, തന്നെ മുഴുവനായും നൽകുവാനും ആരുമില്ല. തൂമഞ്ഞിൻ തുള്ളി പോലെ ഞാനാകും പുൽനാമ്പിന്മേലെ, നീ വന്നു സ്നേഹമേ, അതിനാൽ ഞാനും പാടിടാം യേശുവേ സ്തോത്രം.
യേശുവിനെ പോലെ എന്നെ സ്നേഹിക്കാനായി ആരുമില്ല. തന്നെ തന്നെ മുഴുവനായും നൽകുവാനും ആരുമില്ല. നൽകുവാനും ആരുമില്ല. തൂമഞ്ഞിൻ തുള്ളി പോലെ ഞാനാകും പുൽനാമ്പിന്മേലെ. നീ വന്നു സ്നേഹമേ അതിനായി ഞാനും പാടിടാം യേശുവേ സ്തോത്രം. യേശുവേ നീ എൻ്റെ സ്വന്തം. ക്രൂശിതാനിൻ തങ്കച്ചോരയൻ നീറി നിന്നിടും മനസ്സിൽ നിറയണം അനാഥനെ പോലെ പിറന്നുവെങ്കിലും എന്നെ സ്വന്തമായി കാത്ത സ്നേഹമേ. കുപ്പയിൽ നിന്നെന്നെ ഇന്ന് മാണിക്യമായി തീർത്ത യേശുവേ, എൻ്റെ കണ്ണീർ തുള്ളിയിൽ
യേശുവേ സ്തോത്രം യേശുവേ നീ എൻ്റെ സ്വന്തം ക്രൂശിത നിൻ തങ്കച്ചോരയൻ നീറി നിന്നിടും മനസ്സിൽ നിറയണം അനാഥനെ പോലെ പിറന്നുവെങ്കിലും ഇത് ഈ വരി ഉണ്ടായത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ആളുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് എന്നോട് അടുക്കുകയും ഒരു പ്രത്യേക സമയത്ത് എന്നെ വളരെ വേദനിപ്പിക്കുകയും ചെയ്തൊരു മനുഷ്യനുണ്ട്. സമ്പത്ത് വരെ കവർന്നു കൊണ്ടുപോയി. അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, യേശു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ. എന്നെ അദ്ദേഹം ചതിച്ചുകൊണ്ടിരിക്കുമ്പോഴും മദ്രാസിലെ ഒരു സ്റ്റുഡിയോയിൽ വെച്ച് എന്നെ എന്തിനാണ് ഇങ്ങനെ ചതിക്കുന്നത് എന്ന് ഞാനിങ്ങനെ പരിഭവത്തോടെയും ദേഷ്യത്തോടെയും അന്നത്തെ അറിവില്ലായ്മയിലും ഒക്കെ കലമ്പുമ്പം പുലമ്പുമ്പം അദ്ദേഹം എൻ്റെ ദേഷ്യത്തെ ആറ്റാനും മനസ്സിനെ തണുപ്പിക്കാനും ഒരു പക്ഷേ തന്ത്രമായിട്ടോ ഒക്കെ ആയിരിക്കാം. എനിക്ക് ആരുമില്ലാത്ത ആളാച്ച അനാഥനാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പാട്ട് കമ്പോസ് ചെയ്തുകൊണ്ടിരുന്നൊരു കാലം ഞാൻ കുറേ നാളെടുത്തുണ്ടാക്കിയത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ എല്ലാം അറിയും, ദൈവമേ അനാഥനെ പോലെ പിറന്നുവെങ്കിലും എന്നെ സ്വന്തമായി തീർത്ത സ്നേഹമേ, കുപ്പയിൽ നിന്നെന്നെ ഇന്ന് മാണിക്യമായി തീർത്ത യേശുവേ, എൻ്റെ കണ്ണീർ തുള്ളിയെല്ലാം കണ്ടലിഞ്ഞ സ്നേഹരാജനേ, ഏകാകിയാകുമ്പോഴും പിഴയാളിയായി തീരുമ്പോഴും നോവിക്കാതെ നെറുകയിൽ മുത്തമായി അങ്ങു വന്നല്ലോ യേശുവേ സ്തോത്രം, യേശുവേ നീ എൻ്റെ സ്വന്തം. ഇങ്ങനെ ആ പാട്ട് എഴുതി പോയെന്ന് ഞാൻ പറയുമായിരുന്നു. നാളുകളെടുത്തു, പല അനുഭവങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടു. അനുപല്ലവിൽ എന്തെങ്കിലും ബോണി ചിലപ്പോൾ നമ്മൾ ഈ പങ്കുവയ്ക്കൽ ചെയ്യുമ്പം ചില അനുഭവങ്ങൾ പറയുമ്പം ബോണി ഇൻ്റർവ്യൂവർ അല്ലാണ്ടായിപ്പോവും. ബോണിയൊന്നും ചോദിക്കത്തില്ല. പിന്നെ ഞാനങ്ങനെ പറയും. ഞാനിങ്ങനെ കേട്ടങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു ഓഡിയൻസ് ഞാനങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. ഏതെങ്കിലും ഒരു വാക്ക് ഈ ഒന്ന് നോക്കിയിട്ട് ചുമ്മാ ചോദിക്കും, പരീക്ഷ പോലെ ചോദിക്കും, ഈ അനുപല്ലവിൽ ഏതെങ്കിലും വാക്ക് തലയിലോട്ട് വരുന്നുണ്ടോ? എനിക്ക് ഒന്ന് രണ്ട് വാക്കുകൾ വന്നു. അതിൽ ആദ്യത്തത് കുപ്പത്തൊട്ടിയിലായിരുന്ന എന്നെ മാണിക്യമായി. ഏതെങ്കിലും പ്രയോഗം ക്രൂശിത തൊട്ട് തുടങ്ങുന്നത് പിഴയാളിയായി. പിന്നെ 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 ഈ ആദ്യത്തതിലും അവസാനത്തിലും എനിക്ക് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട വാക്ക് തങ്കച്ചോര എന്ന വാക്ക്. തങ്കച്ചോര. എൻ്റെ കർത്താവിൻ്റെ ചോരത്തുള്ളികൾ തനി തങ്കമാണ്. ആ ചോരത്തുള്ളിക്ക് തങ്കത്തിൻ്റെ വിലയല്ല. ഒരീറ്റ് ചോര നിൻ്റെ വിലാപ്പുറത്തെങ്ങാനും വീണാൽ ഇയാൾ മാറി. താനി തങ്കത്തേക്കാൾ വിലയുള്ള യേശുവിൻ്റെ പരിശുദ്ധ ചോര നമ്മളെ മുഴുവൻ മാറ്റിക്കളയും. ക്രൂശിത നിൻ തങ്കച്ചോരയൻ നീ ഇങ്ങനെ ഈയത്തിൻ്റെ കളറില്ലേ, തങ്കത്തിൻ്റെ കളർ, ഈയം ഉരുക്കി ഒഴിക്കുന്നത് പോലെ ചാപ്പ കുത്തിയ എൻ്റെ നെഞ്ചിൽ
തിന്മ മുറിവേൽപ്പിച്ച എൻ്റെ നെഞ്ചിൽ ഓരോ മുറിവും അടയ്ക്കുന്നത് നിൻ്റെ ചോരയുടെ തണുപ്പാണ്. അത് സീൽ വെച്ച പോലെയാണ്. നിൻ്റെ ചോര തങ്കം കൊണ്ട് സീല് വെച്ചതുപോലെ എൻ്റെ മുറിവ് അടച്ചു കളയും. അതിനപ്പുറത്തേക്ക് ഇനി ചലവൊന്നും കയറി വരത്തില്ല. ഇവിടുത്തെ പുതിയ ട്രീറ്റ്മെൻ്റ് ഇല്ലേ, തുന്നി കെട്ടിക്കഴിഞ്ഞിട്ട് ഇനി നൂലൊന്നും പിന്നെ രണ്ടാം എടുക്കണ്ട. തീർന്നു, അതോടെ തീർന്നു, അതിനകത്ത് തീർന്നു. ചോരയുടെ കുറി, ചോരയുടെ മുദ്ര, അങ്ങനെ ഞാനത് എഴുതിയെന്ന് പറയുമായിരുന്നു. ഓ, മനസ്സിലായി. സത്യത്തിൽ ആദ്യം ആ പരിപാടിയപ്പോൾ എൻ്റെ മനസ്സിൽ അത് വന്നതാ. പിന്നെ കുറേ ഇങ്ങനെ പാടി വേറെ വാക്കുകൾ പഴയാളി കുപ്പയിലൊക്കെ പിന്നെ കുപ്പയിലായിപ്പോയി. അതാ പറ്റിയത്. അന്നേരം പിന്നെ ഇടയ്ക്ക് കയറി ചോദിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരുന്നു. ഞാനും കുപ്പയിലായിരുന്നു. അവിടെ പിന്നെ എന്നെ അത് കഴിഞ്ഞു പോയി. കുപ്പയിലായിരുന്നു, എന്നെ കർത്താവ് കൃപയുടെ കുപ്പിയിലാക്കി. ശരിയാ. ആരാ കുപ്പയിലല്ലാത്തത്? എല്ലാവരെയും ഈ പറഞ്ഞ പോലെ തങ്കച്ചോര കൊണ്ട് മാണിക്യമാക്കിയതല്ലേ. തീർച്ചയായിട്ടും. കപ്പം കൊടുത്ത് നടന്ന നമ്മളെ കർത്താവ് കപ്പിയിൽ ഉയർത്തി, അല്ലേ? അല്ലേ? വലിയ ഉയരങ്ങളിൽ, സോപാനങ്ങളിൽ, സപ്രപഞ്ചത്തിലിരുത്തി ദൈവം ഉയർത്തി. ഇങ്ങനെ സങ്കീർത്തനം പറയുന്നു. സങ്കീർത്തൻ്റെ അധ്യായം മറന്നുപോയി. അവിടുന്ന് ആകാശമേഘങ്ങൾ ചായ്ച്ചിറങ്ങി വന്ന് ചാണകക്കുഴിയിൽ കിടന്നവനെ പൊക്കിയെടുത്തു. ഇങ്ങനെ പാട്ടുകൾ ആരെഴുതിയാലും പാടിയാലും സംഗീതം ചെയ്താലും ആലപിച്ചാലും ഗായകൻ്റെ അധരങ്ങളിലൂടെ ഗായകൻ പാടിയപ്പോൾ എലീശായിൽ ആത്മാവ് പ്രവേശിച്ചെന്ന ഗായകൻ പാടിയപ്പോൾ, എന്നാൽ പാട്ടുകാർ എഴുതിയവൻ മാത്രമല്ല, സംഗീതം ചെയ്ത് നല്ല ഗാനശുശ്രൂഷകൾ ഉണ്ടാകണം. പാടുമ്പോൾ ആത്മാവ് പറക്കണം. ഗാനശുശ്രൂഷയിലൂടെ തന്നെ കത്തോലിക്ക സഭയിൽ സൗഖ്യം പെരുമ്പറ കൊട്ടുന്ന പെരുമഴ പെയ്യ്ക്കുന്ന അനുഭവങ്ങൾ ഇനിയും കാണാത്തൊരു പുതിയ ശുശ്രൂഷയുടെ പച്ചപ്പുൽപ്പുറം ആയി വരണം. അങ്ങനെ ഒരു പേരല്ലേ ബോണിയുടെ ശുശ്രൂഷയുടെ പേര്, പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക്. സംഗീതത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും ഒരു പുതിയ പച്ചപ്പുൽപ്പുറം സഭ കണ്ടിട്ടില്ല. അത് സംഗീതത്തിലൂടെയുള്ള ശുശ്രൂഷയാണ്. ഗായകൻ പാടിയപ്പോൾ എലീശയിലേക്ക് ആത്മാവ് വന്ന് നിറഞ്ഞു. സാമുവേലിൻ്റെ പുസ്തകത്തിൽ, രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിലാണ്. എനിക്കത് ഓർമ്മ കൃത്യം പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഇതാണ് സാവൂളിന് അഭിഷേകം കിട്ടിയതിന് ശേഷം ഗായകർ പാടിയപ്പോഴാണ് അഭിഷേകം വന്നത്. അപ്പം ഈ പളുങ്കുകടൽ പങ്കെടുക്കുന്നവരെ നിങ്ങൾ ഭാരപ്പെട്ടിരിക്കുന്നതിന് മാത്രമല്ല, ഗാനശുശ്രൂഷകർ ഇത് കൂടിയിട്ട് പാടുമ്പോഴൊരു അഭിഷേകം എടുത്ത് സഭയിൽ അപ്പം പോലെ 5000ങ്ങൾക്ക് വിതരണം ചെയ്യണം. വേദന ഉള്ള മനുജരേ, ചരണം തേടിച്ചെന്നു ഞാൻ, ശ്രുതി കൂടിപ്പോയി. വേദന ഉള്ള മനുജരേ തേടിച്ചെന്നു ഞാൻ ആശ്വസിപ്പിച്ചു, എങ്കിലും ഒടുവിൽ ഏവരും എല്ലാവരും ഒന്നൊഴിയ കാര്യം, വേദനയുള്ളവരെ തേടിച്ചെന്ന് നമ്മൾ മുറിവിൽ വീഞ്ഞും എണ്ണയും വെച്ച് ഒപ്പിക്കൊടുത്തു, ഒട്ടിച്ചു വെച്ചു, ഉമ്മ കൊടുത്തു, ആശ്ലേഷിച്ചു. എങ്കിലും ഒടുവിലേവരും തന്ന പ്രതിഫലം മുൾമുടികളാ. ഞാൻ പറഞ്ഞില്ലേ, അനുപല്ലവി എഴുതിയപ്പം ഒരുവൻ ചതിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ചതിയാൽ എൻ്റെ മനസ്സ് പടഞ്ഞപ്പോൾ എൻ്റെ ദേഷ്യവും വിഷമവും ഒക്കെ അവൻ്റെ മേലെ ചൊരിഞ്ഞപ്പം അവൻ്റെ അനാഥത്വം അവനെ ഏറ്റു പറഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അനാഥത്വത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങി പാട്ടാക്കി വെച്ചു. ഞാൻ എന്നിട്ട് ദൈവമേ, ഇവനോട് ഞാൻ ഇന്ന് വരെ കരുണയെ കാണിച്ചുള്ളൂ, പക്ഷേ എന്നോട് ഇവൻ എനിക്ക് മുൾമുടിയാണല്ലോ തരുന്നത്. വാട്ട് എൽസ് നെക്സ്റ്റ്? അതുകൊണ്ട് തന്നെ എടുക്കണം. ഇവനെപ്പോലുള്ള ഇനി നമ്മളെ പിടുത്തം കൊടുക്കാൻ സമ്മതിക്കുന്നത് ഇത് അവസാനത്തെ ആദ്യത്തെ ആഴ്ച. അത് ഇനിയും ബോണിയോട് അടുക്കുന്നതിന് ഇനി നമ്മളെ പണ്ടത്തെ പോലെ വീഴ്ത്താൻ കിട്ടത്തില്ല മോനെ. ഞാൻ പഠിച്ചു, ഇനി ഈശോസ്തുതിയായിരിക്കട്ടെ, അസ്തുതിയായിരിക്കട്ടെ, എവിടെ പോണച്ചാ അവിടെ പോകണം, എന്നെ നിനക്ക് അറിയുന്ന ഒന്നും എൻ്റെ സ്നേഹം കെടുത്തില്ല എൻ്റെ ഈശോയെ. അങ്ങനെ കർത്താവിന് കൊടുത്തിരിക്കുന്ന ഒരു വാക്കാണ്. ഒന്നും നത്തിങ് ഷാൽ പുട്ട് ഔട്ട് മൈ സീൽ. എൻ്റെ തീക്ഷ്ണതയെ ആർക്കും അണയ്ക്കാൻ പറ്റില്ല.
ഒന്നും ഒന്നും എൻ്റെ സ്നേഹം കെടുത്തില്ല എൻ്റെ ഈശോയെ. നല്ലിടയായ എൻ്റെ കയ്യിൽ നീ പിടിച്ചോളേണമെന്നെന്നും. ഈശോ എഴുന്നള്ളിവാ, കൈനീട്ടി കേഴുന്നീ ദാസൻ. കേൾക്കുമോ നീ എൻ തേങ്ങൽ യേശുവേ. ഇതൊക്കെ എൻ്റെ പടച്ചിലാണ്, ഇതൊക്കെ എൻ്റെ പ്രതീക്ഷയാണ്, ഇതൊക്കെ എൻ്റെ സ്വപ്നമാണ്. ഈ ഡിസിഷനൊക്കെ എനിക്ക് ഉറപ്പില്ല. എനിക്കൊരു തേങ്ങലും കൂടിയാണ്. ഞാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാലും അത് ഫ്രജയിലാണ്. നീ ഇത് കേൾക്കണം, കേട്ടിട്ട് ഉത്തരം വരണം. കേൾക്കുമോ നീ എൻ തേങ്ങൽ യേശുവേ. ചെവി ചായിച്ച് ചെവി ചായിച്ച് എന്നെ ഒരുപാട് സമാധാനിപ്പിച്ച, ഒന്നും എൻ്റെ ഒന്നിനും ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ, പൗലോസ്ലീഹ അതിൻ്റെ അയലോക്കത്ത് നമുക്ക് ശക്തിയില്ലെങ്കിലും ഈ കാലത്തുള്ളവയ്ക്കോ ആപത്തിനോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ വാളിനോ ഈ കാലത്തുള്ളവയ്ക്കോ വരുവാനിരിക്കുന്നവയ്ക്കോ ഒന്നിനും കർത്തൃ ശുശ്രൂഷയിൽ നിന്ന്, സുവിശേഷത്തിൽ നിന്ന് നമ്മളെ വേർതിരിക്കാൻ പറ്റരുത്. ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ചിന്തിക്കായിരുന്നു, ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അച്ഛൻ പറയണത്. ഒരാൾ ചതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെയും വിശ്വസിക്കില്ല. ഉദാഹരണത്തിന് കാറിൽ അല്ലെങ്കിൽ ബൈക്കിൽ ഒരു ലിഫ്റ്റ് കൊടുത്തു, കാറിലൊരു ലിഫ്റ്റ് കൊടുത്തു, സന്തോഷത്തോടെ കയറി അവർ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിപ്പോയി. പിന്നെ വീട്ടിൽ ചെന്നപ്പോഴാണ് പെൺഡ്രൈവ് ഇല്ല, കാറിനകത്തിരുന്നു പെൺഡ്രൈവ് ഇറങ്ങിയപ്പോൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് ആ ആൾ തീരുമാനിക്കുന്നത് ഇനി ഒരിക്കലും ആർക്കും മേലെ ഇനി ചാകാനെടുത്ത് വഴി കിടന്നാലും ഞാനിനി തിരിക്കത്തില്ല. ഇതാണ്. അതുപോലെ ആക്സിഡൻറ്റ് കേസിൽ ഒരാൾ നമ്മളെടുത്തു, പിന്നെ അതിൻ്റെ പിന്നാലെ പോലീസിൻ്റെയും കേസിൻ്റെയും പിന്നാലെ നടക്കുമ്പോൾ അവൻ തീരുമാനിക്കുകയാണ് ഇനി ഒരിക്കലും ഇനി ഒരുത്തിന് സ്വന്തം അപ്പം ചത്ത വഴി കിടന്നാലും നമ്മളായിക്കൊണ്ട് പോയില്ല. അതാ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അച്ഛൻ ഇപ്പോൾ പാടിയതും പറഞ്ഞത്. ഈ സന്ദേശത്തിൽ നമ്മൾ ഒന്നിച്ചപ്പം ബോണിയുടെ മുഖവും ഭംഗിയായി, എൻ്റെ മുഖവും ക്യാമറയ്ക്കെടുക്കാൻ കഴിയുന്നതിനേക്കാൾ ഭംഗിയായി. ലോകം മുഴുവൻ്റെയും മുഖം മിനുങ്ങട്ടെ. അതെ അച്ഛാ. യേശുവേ സ്തോത്രം.